എനിക്കെപ്പോഴും തോന്നാറുള്ള ഒരു സംശയമുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ ഡിസിഷൻ ക്ലിയർ ആയിരുന്നോ? ക്ലാരിറ്റി ഉള്ളതായിരുന്നോ? സത്യസന്ധമുള്ളതായിരുന്നോ? ഇത് ചോദിക്കാൻ കാര്യം, ഇന്നത്തെ ഗോസ്പലിലൊരു വചനമാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ഈ ഭൂമിയെ അത്രമാത്രം സ്നേഹിച്ചു. തെറ്റ് ചെയ്താരാണ്? കുറേയധികം പാപികളുള്ള ഈ ഭൂമിയിൽ പാപത്തിൽ മാത്രം ഇഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന കുറേ മനുഷ്യരുടെ ഇടയിൽ തൻ്റെ ഏകജാതനെ പിതാവായ ദൈവം അയച്ചു. അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ പാപമൊഴികെ ബാക്കി എല്ലാ കാര്യത്തിലും മനുഷ്യനെ പോലെ ജീവിച്ചു. ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേദനകളും സങ്കടങ്ങളും കണ്ണീരും എല്ലാം ഒരു മനുഷ്യൻ കടന്നു പോകുന്ന പോലെ കടന്നുപോയി. പക്ഷെ പാപം ചെയ്തില്ല. അവസാനം തീരുമാനം വന്നപ്പോൾ ആർക്കെതിരായി? പുത്രനായ ദൈവത്തിനെതിരായി. മരിച്ചത് പുത്രനായ ദൈവമാണ്, നമ്മളല്ല. വേദനിച്ചത് പുത്രനായ ദൈവമാണ്, നമ്മളല്ല. പീഡകൾ സഹിച്ചത് പുത്രനായ ദൈവമാണ്, നമ്മളല്ല. ക്രൂശിലേറ്റപ്പെട്ടത് പുത്രനായ ദൈവമാണ്, നമ്മളല്ല. മരിച്ചത് പുത്രനായ ദൈവമാണ്, നമ്മളല്ല. എന്ന് വെച്ചാൽ നീതിമാനായവൻ, ശരിയായവൻ, സത്യമായവൻ ക്രൂശിലേറ്റി മരിച്ചു, പാപികൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ആദ്യം ചോദിച്ച ചോദ്യം ഇപ്പോൾ ഞാൻ ആവർത്തിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ ഡിസിഷൻസ് എല്ലാം ക്ലിയർ ആണോ? ശരിയായതാണോ? സത്യസന്ധമായതാണോ? എത്ര വലിയ ത്യാഗമാണ് പിതാവായ ദൈവം ഈ ഭൂമിക്ക് ചെയ്തു എന്നുള്ളതാണ് കണ്ണും പൂട്ടി ധ്യാനിച്ചാൽ കിട്ടുന്ന റിഫ്ലക്ഷൻ. ഒരു തെറ്റും ചെയ്യാത്തൊരു മകൻ ഈ ഭൂമിയിൽ ബലിയായി അർപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണല്ലോ ഓരോ പരിശുദ്ധ ബലിയും. ഈ ഒരു വാക്ക്, ഈ ഒരു പ്രവൃത്തി നമ്മളെയൊക്കെ കൊണ്ടെത്തിക്കേണ്ടത് കുറച്ചും കൂടി വിശുദ്ധിയുള്ളൊരു ജീവിതത്തിന് വേണ്ടിയാണ്. ഈ ഭൂമിയിൽ സ്വന്തം മകനെ നൽകാൻ തക്ക വിധം അപ്പൻ അത്രത്തോളം ഈ ഭൂമിയിലെ മനുഷ്യരെ സ്നേഹിച്ചിരുന്നു. സ്നേഹത്തിന് നഷ്ടപ്പെടുത്തുക എന്നുകൂടി അർത്ഥമുണ്ടെന്ന് ഈ ഭൂമിയെ പഠിപ്പിച്ചത് പിതാവായ ദൈവം തന്നെയാണ്. അങ്ങനെ നഷ്ടപ്പെടുത്തിയ ഒരു സ്നേഹത്തിന് മുമ്പിൽ പിതാവായ ദൈവം നിൽക്കുമ്പോൾ നമ്മളുടെ കണ്ണ് നിറയാതെ എങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കാനാകും? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.